അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ബ്രോക്ക് ആയതായിരുന്നു. ബ്രോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊണ്ടത് വിട്. കഴിഞ്ഞ ഒരേ മാസമായിട്ട് ഇൻകം ഇല്ല, 0 ഇൻകം ആണ്. അതിൻ്റെ അല്ല, സെർവർ പോയി അന്ന് തൊട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ മാസം ജൂലൈ 31 സത്യം പറഞ്ഞാൽ ഇവളുടെ ബർത്ത്ഡേയാണ്. ബർത്ത്ഡേ അതെ അവളുടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിൽ പോലും ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ഇതെല്ലാം തീർന്ന് ഒതുങ്ങിയിട്ട് പിന്നെ എപ്പോഴേലും ഇവളായിട്ട് എവിടെയെങ്കിലും ഒരു യാത്ര പോകാമെന്ന് കരുതിയിരിക്കുക. അങ്ങനെ വന്ന സമയത്ത് ഞാൻ മൊത്തത്തിൽ എന്താ പറയുക, ഉറക്കമില്ലാതെ വട്ടുപിടിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ മൊത്തത്തിൽ ഡൗണായി നിന്ന സമയത്താണ് എന്തോ എനിക്ക് വെള്ളപ്പൊക്കം അനുഗ്രഹമായെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് 2-3 ദിവസം ഉറക്കം കിട്ടി. നല്ലപോലെ ശരീരം ഒരു റെസ്റ്റ് എടുത്തു. പിന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞത് വീണ്ടും ബാക്ക് ടു വർക്കാണല്ലോ. എനിക്കൊരു 5-6 ദിവസത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. കാരണം നമുക്ക് PC ഓണാക്കാൻ പറ്റാതെ ബാക്കി വർക്കെല്ലാം പെൻഡിങ് കിടന്നത്. അങ്ങനത്തെ ഒരു 6 ദിവസത്തിൻ്റെ നഷ്ടം എനിക്കുണ്ട് ഈ മാസത്തിൽ. അപ്പോൾ ആ ഒരു റെസ്റ്റ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ബൈ ഈ മാസം 17-നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സെർവർ റീലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ളി കംപ്ലീറ്റ് ആവുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, അതാണ് സത്യം. നോ സീറോ ഫ്ലെക്സ് ബ്രോ, താങ്ക് യു ഫോർ ദ 50 കിക്ക് പോയിന്റ്സ് ബ്രോ. സ്പാം ആംഗിൾ വെറുപ്പിക്കൽ പറയാം. അപ്പോൾ ഞാൻ ദുബായിൽ ഹാഫ് ഡെസേർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സ്ലാൻഡേഴ്സ് ആൻഡ് ഈഗിൾ ഗെയിമിംഗ് ഹെൽപ്പ് മീ കീപ് മൈ സാനിറ്റി. സിറ്റി ഡൗൺ ആയപ്പോൾ സാഡായിരുന്നു. ഇപ്പോൾ സിറ്റി തിരിച്ചു വരുമ്പോൾ ഒരുപാട് സന്തോഷം. ലവ് യു ബ്രാവോ ഗെയിമിംഗ്. താങ്ക് യു എതു കെ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ഗൈസ്, നിങ്ങൾക്ക് ഞാനതിനുള്ള ഉത്തരം തരാം. ഗ്യാങ് സ്ലോട്ടിൻ്റെ കാര്യത്തിനെ പറ്റിയുള്ള ഉത്തരം തരാം. അതേപോലെ തന്നെ സെർവറിൻ്റെ ഇപ്പം ഏകദേശം ഒരു ലോഞ്ച് 17 പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പം ഈഗിളിൻ്റെയും കാസ്റ്റോടെയും അവൈലബിലിറ്റിയും കൂടെ നോക്കണം. നമ്മൾ ഫസ്റ്റ് സ്ട്രീമേഴ്സിനെ വെച്ച് ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെയിൻ സ്ട്രീമേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ സെർവർ ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ പറയുന്ന ആൾക്കാർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 17-ാം തീയതി മോസ്റ്റ് പ്രോബബ്ലി സെർവർ അപ്പാക്കും. 17 പ്രതീക്ഷിക്കുന്നത്. കാരണം 17 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എന്താ പറഞ്ഞത്, നമ്മുടെ പ്രണയത്തിലെ വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ്. പ്രണയ ദിനങ്ങളിൽ വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ പ്രണയത്തിൻ്റെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും അപ്പോൾ ഷെയ്ക്ക് വന്ന് ഷെയ്ക്കിൻ്റെ മാരേജിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് സെർവർ ലോഞ്ച്. മനസ്സിലായോ? ആ സമയത്ത് പോയി ആ മനുഷ്യരെ ഞാൻ ശല്യം ചെയ്യുന്നത് ശരിയാണോ? ചിന്തിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് പറയുക സെർവർ ലോഞ്ച് ഉണ്ട്, ബാക്കി പരിപാടിയൊക്കെ നിർത്തി വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ലൈവ് ചെയ്യാൻ പറയാൻ പറ്റും എനിക്ക്. ഷെയ്ക്ക് അന്നത്തെ ദിവസം കാണത്തില്ലെന്നുള്ള 100% ഉറപ്പാണ്. മനസ്സിലായോ? അതെ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർക്ക് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി തിരക്കായിരിക്കും. പുള്ളി തിരക്കല്ലെങ്കിൽ പുള്ളി ഉണ്ടായിരിക്കും ലോഞ്ചിൻ്റെ അന്ന്. ജെ ലൈറ്റ് ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. കല്യാണത്തിന് വരൂലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ പാവം ഷെയ്ക്കിനെ ഒരുപാട് വിളിച്ച്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സെർവറിൻ്റെ വർക്ക് പെൻഡിങ്ങും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും എല്ലാം കൂടെ വെച്ചിട്ട് ഇപ്പം എനിക്ക് പോകുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്കിപ്പം വരാൻ പറ്റില്ല എന്ന് ഞാൻ ഷെയ്ക്കിനോട് പറഞ്ഞായിരുന്നു. ഞാനിത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുങ്ങി ഒന്ന് ഫ്രീ ആയി ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം ഞാൻ എന്തായാലും ഒന്ന് പോകുന്നുണ്ട്. ഷെയ്ക്കിൻ്റെ വീട്ടിലോട്ട് ഡയറക്റ്റ് പോകുന്നായിരുന്നു, മൊത്തത്തിൽ ഫാമിലി ആയിട്ടെ. ഞാൻ പറഞ്ഞില്ല, എന്തായാലും ഇവളെയും കൊണ്ട് എല്ലാം കഴിഞ്ഞൊന്ന് ഓക്കെ ആയിട്ട് ഒരു യാത്ര പോകണം. അപ്പോഴത്തേക്ക് എന്തായാലും ഇതെല്ലാം ഒന്ന് തീർന്ന് ഒന്ന് സെറ്റായി ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് ഞാൻ എന്തായാലും പോകുന്നുണ്ടാവും. ഇവളെ കൊണ്ട് പോകുന്ന പോലെ ഞാൻ എന്തായാലും ഷെയ്ക്കിൻ്റെ അടുക്കുകയും പോകുന്നുണ്ടാവും. ഞാൻ ഷെയ്ക്കിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ എന്നെ ഒരുപാട് വിളിച്ചു കേട്ടോ. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ ഒരുപാട് വിളിച്ചു ഷെയ്ക്ക്. വരണം, എന്തായാലും വരണം, മസ്റ്റായിട്ട് വരണം, എന്നെ ഒരുപാട് വിളിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ ഒരു 6 ദിവസം എനിക്ക് നഷ്ടപ്പെട്ടത് കാരണം എനിക്ക് സ്പെയർ ചെയ്യാൻ ഒരു ദിവസം പോലും ഇല്ലാതായിപ്പോയി. ഇപ്പോഴും വർക്കുകൾ പെൻഡിങ് ആണ്. എക്കണോമി ഇനിയും കോൺഫിഗായി തീർന്നിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദി പറയണത് നമ്മുടെ എക്സ്റ്റേണൽസ് ഉള്ള സ്റ്റാഫുകളായാലും അത് ആരായിക്കട്ടെ, ഒരു ട്രെയിനി തൊട്ട്
ആരായാലും ഇവിടെ ടെസ്റ്റിങ്ങിനായാലും ഒരുപാട് പേര് കേട്ടോ. ഈ പേരൊക്കെ എടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ലോഞ്ചിൻ്റെ അന്ന് ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞാലോ ഞാൻ വരെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടിയിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. അവരും കൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് എനിക്കറിയത്തില്ല ഒറ്റയ്ക്ക് എത്ര നാളെടുക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാംപേജിനും ആൾക്കാർ വേണം, നമുക്കിവിടെ സെർവർ ഇതിനും ബാക്കിലുള്ള ആൾക്കാർ വേണം. രണ്ടിടത്തും ആൾക്കാർ ഓടി ഓടി നടക്കുമായിരുന്നു. എല്ലാവരോടും അതിനും വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സെർവറിനെ ഇഷ്ടപ്പെട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും ഞങ്ങളുടെ സ്വന്തം പൈസയെങ്കിൽ എപി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്വന്തം പൈസയിൽ ഇതിൽ ഇറക്കരുത്. പബ്ലിക് ഫണ്ടിങ്ങോ അല്ലെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് വേ ബിൽഡ് ചെയ്യൂ. നിങ്ങൾ ഇനി ഒന്നും കൂടെ ഫോൾ ഡൗൺ ആകരുത്, നമുക്ക് കാണാൻ വയ്യ. കെവിൻ ഹോക്ക്, ഞാനത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലായിരുന്നോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ കൂടെ ഇത് വീണ്ടും പോകുമെന്ന് എനിക്കറിയത്തില്ല. സോ വേറെ ആൾക്കാരുടെ നിന്നും കൂടെ ഫണ്ട് വാങ്ങി ഇതിലോട്ട് ഇട്ട് പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ അവരോട് ഉത്തരം പറയുന്നത് എനിക്ക് അറിയത്തുകൊണ്ട് ഞാൻ ആരുടെയൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, ഞാൻ ഇല്ലെന്നും പറഞ്ഞില്ല. എന്നോട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നമ്മൾ ഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിതേപോലെ പലരും പറഞ്ഞത് ഒരു കടവായിട്ട് പോലും കാണണ്ട, ഈ പറയുന്ന പോലെ ഞങ്ങളൊരു ഫണ്ടറായിട്ടും കാണണ്ട, ജസ്റ്റ് നിങ്ങളെ സഹായിക്കാൻ ഉള്ളൊരു മനസ്സുണ്ട്, അതിനു വേണ്ടി മാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതെന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയില്ല. ഇപ്പോഴും സെർവർ അപ്പാവാൻ പോകുന്നത് സോൺലി എൻ്റെ കയ്യിലാണ്. ഇത് എത്ര കാലം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല. എത്ര കാലം ഉണ്ടെങ്കിലും എന്താ പറയുക, ഒരു രണ്ടും കൽപ്പിച്ച് തുടങ്ങുക തന്നെ. എന്തായാലും ഒരുപാട് പേര് സന്തോഷിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നതല്ലേ, അപ്പം അവരൊക്കെ സന്തോഷിക്കട്ടെന്ന് വിട്ടു. ഇപ്പം അത്യാവശ്യം ഒരു മാസം സമയം തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷിക്കാൻ. നിങ്ങളെല്ലാം സന്തോഷിച്ച് കഴിഞ്ഞു എന്ന് കരുതുന്നു. അപ്പം എന്തായാലും നിങ്ങൾ വെറുതെ വിടാൻ പോകത്തില്ല, അല്ലെ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്കറിയാം. സാരമില്ല, നിങ്ങൾ നമ്മളെ കൊണ്ട് പിന്നെ നമ്മളും ചെയ്യാം. അതിൻ്റെ ആരും നിൽക്കുമെന്ന് നോക്കാം അല്ലേ. സ്ക്രാച്ച്, യെസ്, റൂൾസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. മേ ബി സെർവർ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പഴയ റൂൾസ് വെച്ച് തന്നെ ആയിരിക്കും സെർവർ ഓടാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ റൂൾ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നത്. മേ ബി സ്റ്റാർട്ടിങ്ങിൽ, കാരണം നമ്മൾ എല്ലാത്തിനും ടൈം കിട്ടുന്നില്ല. ടൈമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വില്ലൻ. നമുക്ക് സെർവറെല്ലാം റെഡിയാക്കി സെറ്റാക്കി ആൾക്കാർ കയറുമ്പം കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡേ 1 തൊട്ട് തന്നെ ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ ഡേ 1 തന്നെ ബിസിനസ്സുകളും ഗ്യാങ്ങുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം നോർമലി അവർക്ക് എടുക്കാം. അപ്പം അങ്ങനൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ വൈപ്പിൻ്റെ കേസ്, സെർവർ വൈപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ സെർവർ വൈപ്പ് ചെയ്യുന്നില്ല ഫസ്റ്റ് തിങ്. ബട്ട് 100% മണി തിരിച്ച് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു ക്ലാരിറ്റി ആയിട്ടില്ല. മേ ബി നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ എമൗണ്ടിൻ്റെ 2 0 വെട്ടിക്കുറച്ചിട്ടുള്ള 50%, അതായത് 100 കോടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 0 വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് 10 ലക്ഷം ആവും അല്ലേ. ആ 10 ലക്ഷത്തിൻ്റെ 10 ലക്ഷമാണെന്നോ അന്നേ, അല്ല 1 കോടിയാവും, മൈ ബാഡ്. 100 CRൻ്റെ 2 കോടി വെട്ടിക്കുറയ്ക്കുമ്പം 1 CR ആവും. മേ ബി പുതിയ എക്കണോമിയിൽ നിങ്ങൾക്ക് 50 lakhs ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ ഈ പറയുന്ന 1 CR തന്നെയും കിട്ടാം. അതിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സെർവറിൽ ഗ്യാങ് ആക്ടിവിറ്റി ഇപ്പോഴുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ടെമ്പററി സെർവറിൽ ഗ്യാങ് കളിക്കേണ്ടവർക്ക് കളിക്കാം, ആക്ടിവിറ്റി കാണിക്കേണ്ടവർക്ക് കാണിക്കാം. അതല്ല, അപ് ടു യു ഗൈസ്. അത് നിങ്ങളുടെ ചോയ്സാണ്, എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നോക്കാം. ഡിയർ RC7 ആൻഡ് ഐ എം മോഡ് ഓഫ് RC7 സ്ട്രീമർ, സംവൺ നോ മീ, സോ പ്ലീസ് ആരും സ്പാം ചെയ്യില്ലൊന്നും പ്ലീസ്. ടെമ്പററി ആരും കയറുന്ന പോലും ഇല്ല. അത് ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കയറാത്തത്. പിന്നെ കുറേ പേര് അവർ ബോണ്ടാക്കി മാറ്റി തീർത്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള പൈസകളെല്ലാം ബോണ്ടാക്കുക. കാരണം ഓൾമോസ്റ്റ് ഒരു
2 ആഴ്ചയോളം നമ്മൾ ടൈം തന്നു നിങ്ങൾക്ക്, 2 അല്ലെങ്കിൽ ഒരു അരമാസത്തോളം നമ്മൾ ടൈം തന്നു ബോണ്ടാക്കാനുള്ള. സോ പി സി ഇല്ല അല്ലെങ്കിൽ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആരും വരരുത്. നമുക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ പറയുന്ന നമ്മൾ 17-ാം തീയതി മേ ബി ഈവനിങ് 6 മണി വരെ ഇപ്പോഴത്തെ നമ്മുടെ ടെമ്പറേച്ചർ സർവർ ഉണ്ടാവും. അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ബോണ്ടാക്കേണ്ടതൊക്കെ ബോണ്ടാക്കുക. എക്സലാൻഡിസ് എന്ന ഉള്ള പേര് തന്നെയാണോ? എക്സലാൻഡിസ് എന്നുള്ള പേര് തന്നെയാണ് ബ്രോ ഇറക്കുന്നത്. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഞാൻ ഈകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു